CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ട. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ജില്ലാ യോഗങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളും തിരുത്തൽ നടപടികളും ചർച്ചയായേക്കും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ഈ ജില്ലാ യോഗങ്ങളിൽ ശക്തമായ വിമർശനമാണ് ഉണ്ടായത്. അത് പ്രതിഫലിക്കുമോ നേതൃയോഗങ്ങളിൽ? വേണു, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനമാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലെ പ്രധാന അജണ്ട. പക്ഷേ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജില്ലാ യോഗങ്ങളിൽ സർക്കാരിനെതിരെയും മന്ത്രിമാർക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് ജില്ലാ യോഗങ്ങളിൽ CPI നേതാക്കൾ ഉന്നയിച്ചത്. ഇതടക്കം ഇന്ന് ചേരുന്ന നേതൃയോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒപ്പം ഈ നേരത്തെ തന്നെ CPM-നെയും SFI-യെയും പ്രതിരോധത്തിലാക്കുന്ന ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. വലിയ വിവാദമായിരുന്നു കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം. ഇതിൽ വലിയ ശക്തമായ നിലപാടുമായി ബിനോയ് വിശ്വം തന്നെ രംഗത്ത് വന്നിരുന്നു. അതിൽ ബിനോയ് വിശ്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് SFI രംഗത്ത് വന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ചില വിയോജിപ്പുകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് CPI നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയങ്ങൾ, തിരുത്തൽ നടപടികളും യോഗം ചർച്ച ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രിമാർക്കെതിരെ ഉയർന്ന ചില വിമർശനങ്ങളാണ്. ഇതിൽ CPI മന്ത്രിക്ക് അടക്കം ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഭക്ഷ്യമന്ത്രിക്കെതിരെ ചില യോഗങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. ഇതും യോഗത്തിൽ ചർച്ചയായേക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ നിലവിൽ തിരുത്തൽ നടപടികളും ഒപ്പം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്ന വിമർശനങ്ങൾ വിശദമായി യോഗം ചർച്ച ചെയ്യും. അതിൽ പരിഹാര നടപടികൾ, മറ്റ് നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉണ്ടാകും. വേണം പ്രതീഷ്, മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം എന്നത് CPM തള്ളിയതാണ്. പക്ഷേ CPI ജില്ലാ നേതൃയോഗങ്ങളിൽ അത്തരം അഭിപ്രായം ഉയർന്നു. മുഖ്യമന്ത്രി മാറണമെന്ന് പോലും അഭിപ്രായം പറഞ്ഞ ജില്ലാ യോഗങ്ങളുമുണ്ട്. അത് തണുപ്പിക്കുന്ന നടപടിയാണോ ഈ നേതൃയോഗത്തിൽ ഉണ്ടാവുക? അതല്ല CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ചർച്ചകൾ ഉണ്ടാകുമോ? വേണു, കഴിഞ്ഞ ദിവസങ്ങളിൽ ബിനോയ് വിശ്വം സ്വീകരിച്ച ചില നിലപാടുകൾ വളരെ പ്രസക്തമായിരുന്നു. കാരണം ഇതുവരെ ഒരു പരോക്ഷമായി പോലും വലിയ വിമർശനങ്ങളിലേക്ക് കടക്കാത്ത ബിനോയ് വിശ്വമാണ് വളരെ പ്രത്യക്ഷമായി തന്നെ CPM-നെതിരെ ചില വിമർശനങ്ങൾ, തിരുത്തൽ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ രംഗത്ത് വന്നത്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിലും ഒരു നിലപാട് ഇന്നത്തെ CPI നേതൃയോഗത്തിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. കാരണം പല ജില്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രിയുടെ ശൈലി, ഒപ്പം ഈ പെരുമാറ്റ രീതികൾ അടക്കം വലിയ ചർച്ചയായിരുന്നു. ഇതിൽ മാറ്റം വരണമെന്നും തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പോലും ഇത് കാരണമായി എന്നും പല ജില്ലാ യോഗങ്ങളും വിലയിരുത്തിയിരുന്നു. ഇതിൽ ഈ റിപ്പോർട്ടടക്കം അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളടക്കം ഇന്നത്തെ യോഗത്തിൽ വരും. ഇതിൽ CPI സംസ്ഥാന നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് തന്നെ CPI പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒപ്പം ഇത് മുന്നണിയിൽ അറിയിക്കുന്ന കാര്യം, ഈ CPI നേതൃയോഗത്തിന്റെ നിലപാട് ഇടതുമുന്നണിയെ അറിയിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ആ ഒരു നടപടികളിലേക്ക് കൂടി ഇന്ന് CPI നേതൃയോഗം കടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണം ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.